ഹായ് ഫ്രണ്ട്സ്, കോമേഴ്സ് ഗഡ് മലയാളത്തിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് നമുക്ക് ഡെലിഗേഷൻ അധികാര കൈമാറ്റം എന്താണെന്നും അതിൻ്റെ എലമെൻസും ഇമ്പോർട്ടൻസും ഒക്കെ എന്താണെന്ന് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. ഡെലിഗേഷൻ അധികാര കൈമാറ്റം എന്ന് പറഞ്ഞാൽ ഡൗൺവാർഡ് ട്രാൻസ്ഫർ ഓഫ് അതോറിറ്റി ഫ്രം സുപ്പീരിയർ ടു സബോർഡിനേറ്റ്. ഒരു സ്ഥാപനത്തിലെ മേലുദ്യോഗസ്ഥർ അവരുടെ ഡ്യൂട്ടീസും അതുപോലെ തന്നെ അധികാരങ്ങളൊക്കെ അവരുടെ സബോർഡിനേറ്റ് അല്ലെങ്കിൽ കീ ഉദ്യോഗസ്ഥർക്ക് കൈമാറുന്നതിനെയാണ് ഡെലിഗേഷൻ എന്ന് പറയുന്നത്. അതായത് ഒരു സ്ഥാപനത്തിൽ അവരുടെ മേലുദ്യോഗസ്ഥർ കീ ഉദ്യോഗസ്ഥർക്ക് അവരുടെ ചില അധികാരങ്ങൾ എന്ത് ചെയ്യും, കൈമാറും. അതിനെയാണ് ഡെലിഗേഷൻ എന്ന് പറയുന്നത്. ചില സമയത്തിന് മാനേജേഴ്സിന് അവർക്ക് എത്ര കഴിവുണ്ടെന്നുണ്ടെങ്കിൽ ഒരുപാട് വർക്കൊക്കെ വരുമ്പോൾ എല്ലാം കൂടി ഒരുമിച്ച് ചെയ്യാൻ കഴിയണമെന്നില്ല. ആ സമയത്ത് കുറച്ച് ഡ്യൂട്ടീസ് അവരുടെ കീ ഉദ്യോഗസ്ഥർക്കും കൈമാറേണ്ടതായിട്ട് വരും. ഏതൊരു സ്ഥാപനത്തിനെയും സുഗമമായുള്ള പ്രവർത്തനത്തിന് ഇങ്ങനെയുള്ള ഡെലിഗേഷന് ഒരാവശ്യമായിട്ടുള്ള ഘടകമാണ്. ഡെലിഗേഷന് പ്രധാനമായിട്ടും 3 ഘടകങ്ങളാണുള്ളത്: അതോറിറ്റി, റെസ്പോൺസിബിലിറ്റി ആൻഡ് അക്കൗണ്ടബിലിറ്റി. എന്താണെന്ന് നോക്കാം. അതോറിറ്റി അധികാരം എന്ന് പറഞ്ഞാൽ റൈറ്റ് ഓഫ് ആൻ ഇൻഡിവിജ്വൽ ടു കമാൻഡ് ഈസ് സബോർഡിനേറ്റ്സ് അല്ലെങ്കിൽ കീ ജീവനക്കാർക്ക് കമാൻഡ് കൽപ്പനകൾ നൽകാനും അതുപോലെ തന്നെ അവർക്ക് അനുവദിച്ചിട്ടുള്ള ആ പൊസിഷൻ്റെ അകത്ത് വെച്ച് തന്നെ നടപടികൾ ആക്ഷൻ എടുക്കാനുമുള്ള അവകാശത്തെയാണ് അതോറിറ്റി അല്ലെങ്കിൽ അധികാരം എന്ന് പറയുന്നത്. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ റൈറ്റ് ടു ഇഷ്യൂ ഓർഡേഴ്സ് ആൻഡ് കമാൻഡ്സ് ടു സബോർഡിനേറ്റ്സ്. അവരുടെ കീ ഉദ്യോഗസ്ഥർക്ക് ഓർഡേഴ്സും അതുപോലെ തന്നെ കമാൻഡ്സ് ഒക്കെ നൽകുന്നതിനെയാണ് അതോറിറ്റി അല്ലെങ്കിൽ അധികാരം എന്ന് പറയുന്നത്. കൂടുതലായിട്ടും മാനേജ്മെൻറ്റിന് ടോപ്പ് ലെവൽ, മിഡിൽ ലെവൽ ഇവിടെയൊക്കെ ആവും കൂടുതലായിട്ട് അതോറിറ്റിക്കുള്ള ഇമ്പോർട്ടൻസ് ഉണ്ടാവുക. അതുപോലെ തന്നെ ഓരോരുത്തർക്ക് എത്രത്തോളം അധികാരങ്ങളുണ്ട് എന്നൊക്കെ കമ്പനിയുടെ റൂൾസ് ആൻഡ് റെഗുലേഷനിൽ പറഞ്ഞിട്ടുണ്ടാവും. അതോറിറ്റി അധികാരം എപ്പോഴും ഡൗൺവാർഡ് ഫ്ലോസ് ആവും, താഴോട്ടായിരിക്കും. അതായത് ലെവൽസ് ഓഫ് മാനേജ്മെൻറ്റിൽ മുകളിൽ നിന്ന് താഴോട്ടായിരിക്കും അധികാരം അതോറിറ്റി എപ്പോഴും ഉണ്ടായിരിക്കുക. ഡെലിഗേഷൻ്റെ മറ്റൊരു ഘടകമാണ് റെസ്പോൺസിബിലിറ്റി, ഉത്തരവാദിത്തം. റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞാൽ ഒബ്ലിഗേഷൻ ഓഫ് സബോർഡിനേറ്റ് ടു പ്രോപ്പർലി പെർഫോം ദ അസൈൻഡ് ടാസ്ക്. സബോർഡിനേറ്റ്സ് ക്യൂ ഉദ്യോഗസ്ഥർക്ക് നൽകിയിട്ടുള്ള ചുമതലകളൊക്കെ കൃത്യമായിട്ട് നിർവഹിക്കാനുള്ള ബാധ്യത അവർക്കുണ്ട്. അതിനെയാണ് റെസ്പോൺസിബിലിറ്റി അല്ലെങ്കിൽ ഉത്തരവാദിത്തം എന്ന് പറയുന്നത്. അപ്പോൾ ഒരു സ്ഥാപനത്തിലെ സുപ്പീരിയറും സബോർഡിനേറ്റും അല്ലെങ്കിൽ മേലുദ്യോഗസ്ഥരും കീഴ് ഉദ്യോഗസ്ഥരും തമ്മിലുള്ള റിലേഷൻഷിപ്പ്, ആ ബന്ധത്തിലൂടെയാണ് ഉത്തരവാദിത്തം ഫോം ചെയ്യുന്നത്. ഒരു സ്ഥാപനത്തിൽ സബോർഡിനേറ്റ്സ് കീഴുദ്യോഗസ്ഥർ എപ്പോഴും അവരുടെ സുപ്പീരിയേഴ്സ് മേലുദ്യോഗസ്ഥരോട് കടപ്പെട്ടിട്ടുണ്ടാവും. അതോറിറ്റി അധികാരം എന്നുള്ളത് എപ്പോഴും മുകളിൽ നിന്ന് താഴോട്ടായിരിക്കും ഫ്ലോ ചെയ്യുക എന്ന് പറഞ്ഞു. എന്നാൽ റെസ്പോൺസിബിലിറ്റി ഉത്തരവാദിത്തം എന്നുള്ളത് ഫ്ലോസ് അപ്വാർഡ്, താഴെ നിന്നും മുകളിലേക്കായിരിക്കും. അതായത് ഒരു സ്ഥാപനത്തിലെ സബോർഡിനേറ്റ്സ് കീ ജീവനക്കാരിൽ നിന്നും അവിടുത്തെ സുപ്പീരിയർ മേലുദ്യോഗസ്ഥരിലേക്കായിരിക്കും ഉത്തരവാദിത്തം ഉണ്ടാവുക. അപ്പോൾ സുപ്പീരിയേഴ്സ് എന്തെങ്കിലും ജോലി ഏൽപ്പിക്കുകയാണെങ്കിൽ അത് സബോർഡിനേറ്റ്സ് ഉത്തരവാദിത്തത്തോടു കൂടി അവർ ചെയ്ത് തീർത്ത് അവരെ സുപ്പീരിയർ മേലുദ്യോഗസ്ഥരെ ഏൽപ്പിക്കേണ്ടതാണ്. ഡെലിഗേഷൻ്റെ 3ാമത്തെ ഘടകമാണ് അക്കൗണ്ടബിലിറ്റി, കണക്ക് പറയേണ്ട ബാധ്യത. അതായത് ആൻസറബിൾ ഫോർ ഔട്ട്കം ഓഫ് ദ അസൈൻഡ് ടാസ്ക്. ഒരു സ്ഥാപനത്തിൽ കീ ഉദ്യോഗസ്ഥന് അധികാരം, ഉത്തരവാദിത്തമൊക്കെ നൽകുകയാണെങ്കിൽ അത് കൃത്യമായി നിർവഹിച്ചു അല്ലെങ്കിൽ കൃത്യമായി പൂർത്തിയാക്കി എന്ന് അവർ സുപ്പീരിയർ അവരുടെ മേലുദ്യോഗസ്ഥരെ ബോധ്യപ്പെടുത്തണം. അതുപോലെ തന്നെ അത് ചെയ്ത് തീർക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്തിട്ടുള്ളത് എന്നുകൂടെ അവരുടെ സുപ്പീരിയറിൻ്റെ അടുത്ത് അവർ റിപ്പോർട്ട് നൽകണം. അങ്ങനെയുള്ള സബോർഡിനേറ്റ്സിൻ്റെ ഒബ്ലിഗേഷൻ, അവരുടെ ആ കടപ്പാടിനെയാണ് അക്കൗണ്ടബിലിറ്റി, കണക്ക് പറയേണ്ട ബാധ്യത എന്ന് പറയുന്നത്. റെസ്പോൺസിബിലിറ്റി പോലെ തന്നെ അക്കൗണ്ടബിലിറ്റി മുകളിലേക്കാണ് ഫ്ലോ ചെയ്യുന്നത്. അതായത് സബോർഡിനേറ്റ് കീ ഉദ്യോഗസ്ഥരിൽ നിന്ന് മേലുദ്യോഗസ്ഥരിലേക്ക്. അതായത് ഒരു സബോർഡിനേറ്റ് കീ ഉദ്യോഗസ്ഥന് അധികാരം, ഉത്തരവാദിത്തം നൽകുകയാണെങ്കിൽ അയാൾക്ക് അക്കൗണ്ടബിലിറ്റി, കണക്ക് പറയേണ്ട ബാധ്യതയിൽ നിന്ന് ഒഴിവാവാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ഒരു സ്ഥാപനത്തിലെ എല്ലാ ജീവനക്കാരും അവർ പൂർത്തിയാക്കിയിട്ടുള്ള ജോലികളെക്കുറിച്ച് അവരുടെ സുപ്പീരിയേഴ്സിൻ്റെ അടുത്ത് റിപ്പോർട്ട് നൽകണം. അതോറിറ്റി, റെസ്പോൺസിബിലിറ്റി, അക്കൗണ്ടബിലിറ്റി, ഇവ ഡിഫറൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് മീനിങ്. അതോറിറ്റി എന്ന് പറഞ്ഞാൽ റൈറ്റ് ടു കമാൻഡ്, ഒരാളോട് ആജ്ഞാപിക്കാനുള്ള ഒരു അവകാശത്തെയാണ് അതോറിറ്റി എന്ന് പറയുന്നത്. റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞാൽ അസൈൻഡ് ടാസ്ക്, നമുക്ക് തന്നിട്ടുള്ള ടാസ്ക് എന്താണോ അത് നിർവഹിക്കാനുള്ള ബാധ്യതയാണ് റെസ്പോൺസിബിലിറ്റി. നെക്സ്റ്റ് അക്കൗണ്ടബിലിറ്റി എന്ന് പറഞ്ഞാൽ നമുക്ക് തന്നിട്ടുള്ള ടാസ്ക് നിർവഹിച്ചു എന്നതിന് കണക്ക് പറയേണ്ട ബാധ്യതയാണ് അക്കൗണ്ടബിലിറ്റി. നെക്സ്റ്റ് ഡെലിഗേഷൻ, കൈമാറ്റം. അതോറിറ്റി എന്നുള്ളത് ക്യാൻ ബി ഡെലിഗേറ്റഡ്, വേറൊരാൾക്ക് കൈമാറാൻ കഴിയും. എന്നാൽ റെസ്പോൺസിബിലിറ്റി പൂർണ്ണമായും താഴേക്ക് കൈമാറാൻ കഴിയില്ല. അക്കൗണ്ടബിലിറ്റി അതുപോലെ തന്നെ.
കനോട്ട് ബി ഡെലിഗേറ്റഡ്, കൈമാറാൻ കഴിയില്ല. നെക്സ്റ്റ് ഒറിജിൻ. അതോറിറ്റി എന്നുള്ളത് ഫോർമൽ പൊസിഷനിൽ നിന്ന് ഉണ്ടാവുന്നതാണ്. എന്നാൽ റെസ്പോൺസിബിലിറ്റി, അധികാരം കൈമാറുന്നതിലൂടെയാണ് ഉത്തരവാദിത്തം ഉണ്ടാകുന്നത്. അക്കൗണ്ടബിലിറ്റി എന്നുള്ളത് റെസ്പോൺസിബിലിറ്റിയിൽ നിന്ന് അല്ലെങ്കിൽ ഉത്തരവാദിത്തത്തിൽ നിന്നാണ് അക്കൗണ്ടബിലിറ്റി ഉണ്ടാകുന്നത്. നെക്സ്റ്റ് ഫ്ലോ. അതോറിറ്റി എന്നുള്ളത് ഫ്ലോ ഡൗൺവേർഡ്സ്, അതായത് മേലുദ്യോഗസ്ഥരിൽ നിന്ന് കീഴ് ഉദ്യോഗസ്ഥരിലേക്ക്, അതായത് സുപ്പീരിയേഴ്സിൽ നിന്ന് സബോർഡിനേറ്റിലേക്ക്. എന്നാൽ റെസ്പോൺസിബിലിറ്റി, ഉത്തരവാദിത്തം എന്നുള്ളത് മൂവ് അപ്വാർഡ്സ്, സബോർഡിനേറ്റിൽ നിന്ന് സുപ്പീരിയേഴ്സിൽ, അതായത് കീഴ് ഉദ്യോഗസ്ഥരിൽ നിന്ന് മേലുദ്യോഗസ്ഥരിലേക്ക്. അക്കൗണ്ടബിലിറ്റി ആണെങ്കിലും മൂവ് അപ്വാർഡ്സ്, താഴെ നിന്ന് മുകളിലേക്ക്, അതായത് കീഴ് ജീവനക്കാരിൽ നിന്നും മേലധികാരികളിലേക്കാണ് അക്കൗണ്ടബിലിറ്റി ഫ്ലോ ചെയ്യുന്നത്. ഇമ്പോർട്ടൻസ് ഓഫ് ഡെലിഗേഷൻ. ഡെലിഗേഷൻ്റെ ഇമ്പോർട്ടൻസ്, പ്രാധാന്യം എന്തൊക്കെയാണെന്ന് നോക്കാം. എഫിഷ്യൻറ്റ് മാനേജ്മെൻറ്റ്, ഫലപ്രദമായ മാനേജ്മെൻറ്റ്. ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിൽ സബോർഡിനേറ്റ് കീ ഉദ്യോഗസ്ഥർക്ക് അധികാരം കൈമാറുന്നതിലൂടെ അവിടുത്തെ ടോപ്പ് എക്സിക്യൂട്ടീവ്സ്, മേലുദ്യോഗസ്ഥരുടെ ജോലിഭാരം കുറയും. അതുകൊണ്ട് തന്നെ അവിടുത്തെ മേലുദ്യോഗസ്ഥർക്ക് അവരുടെ കമ്പനിയുടെ പ്രധാനപ്പെട്ട പോളിസി മാറ്റേഴ്സും അതുപോലെ തന്നെ തീരുമാനങ്ങൾ എടുക്കുന്നതിലൊക്കെ അവർക്ക് അവരുടെ ശ്രദ്ധ കോൺസെൻട്രേറ്റ് ചെയ്യാൻ കഴിയും. ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി, അധികാരം കൈമാറുന്നതിലൂടെ സുപ്പീരിയേഴ്സിനും സബോർഡിനേറ്റിനും ഒരുപോലെ ആ സ്ഥാപനത്തിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി ഫലപ്രദമായി പ്രവർത്തിക്കാൻ സാധിക്കും. നെക്സ്റ്റ് വൺ, എംപ്ലോയി ഡെവലപ്മെൻറ്റ്, ജീവനക്കാരുടെ വികസനം. ഡെലിഗേഷൻ അല്ലെങ്കിൽ അധികാരം കൈമാറുന്നതിലൂടെ അടുത്ത സബോർഡിനേറ്റ്സ് കീഴ് ഉദ്യോഗസ്ഥർക്ക് അവരുടെ കഴിവുകൾ സ്ഥാപനത്തിന് വേണ്ടി ഉപയോഗിക്കാൻ കഴിയും. അത് അവരുടെ ടാലൻസിനെയൊക്കെ വർദ്ധിപ്പിക്കുകയും അതുപോലെ തന്നെ ഉയർന്ന തസ്തികകളിൽ ജോലി ചെയ്യുന്നതിന് അവരെ പ്രാപ്തരാക്കുകയും ചെയ്യും. അത് അവരെ നല്ലൊരു ലീഡേഴ്സും അതുപോലെ തന്നെ തീരുമാനമെടുക്കുന്നവരുമാക്കി മാറ്റിയെടുക്കും. നെക്സ്റ്റ് വൺ, മോട്ടിവേഷൻ ഓഫ് എംപ്ലോയീസ്. എംപ്ലോയീസിനൊരു പ്രചോദനമാകും. ഡെലിഗേഷൻ അല്ലെങ്കിൽ അധികാരം കൈമാറുന്നതിലൂടെ അവിടുത്തെ സബോർഡിനേറ്റ്സ് കീഴ് ഉദ്യോഗസ്ഥർക്ക് അവർക്കൊരു സ്റ്റാറ്റസ് കിട്ടി അല്ലെങ്കിൽ ഒരു റെക്കഗ്നിഷൻ, അംഗീകാരം കിട്ടിയെന്നൊരു തോന്നലുണ്ടാവും. അത് അവർക്കിടയിൽ ഒരു വിശ്വസ്തത ഉണ്ടാക്കുകയും അതുപോലെ തന്നെ കമ്പനിക്ക് വേണ്ടിയിട്ട് ആത്മാർത്ഥമായി പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് അവരെ പ്രചോദനമാക്കുകയും ചെയ്യും. നെക്സ്റ്റ് വൺ, ഫെസിലിറ്റേഷൻ ഓഫ് ഗ്രോത്ത്, സ്ഥാപനത്തിൻ്റെ വളർച്ച സാധ്യമാകുന്നു. ഇതിൽ പറയുന്നത് ഡെലിഗേഷൻ, അധികാര കൈമാറ്റത്തിലൂടെ ഒരുപാട് എക്സ്പീരിയൻസ് ഒക്കെ ലഭിച്ചിട്ടുള്ള എംപ്ലോയീസ് ആവും ആ സ്ഥാപനത്തിനെ നയിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ഓർഗനൈസേഷൻ പുതിയതായിട്ടൊരു പ്രൊജക്റ്റ് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിലോ അല്ലെങ്കിൽ നിലവിലുള്ള ബിസിനസ്സിന് എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തുകയാണെങ്കിലോ എല്ലാം കമ്പനിയെ വളർത്തിക്കൊണ്ടുവരാൻ ഇങ്ങനെയുള്ള എംപ്ലോയീസിലൂടെ സാധിക്കുന്നു. ബേസിസ് ഓഫ് മാനേജ്മെൻറ്റ് ഹൈറാർക്കി. ഡെലിഗേഷൻ എന്നുള്ളത് അധികാര ശ്രേണിയുടെ അടിസ്ഥാനമാണെന്നാണ് ഇവിടെ പറയുന്നത്. അതായത് ഒരു സ്ഥാപനത്തിൽ സുപ്പീരിയർ, സബോർഡിനേറ്റ്, മേലുദ്യോഗസ്ഥനും കീഴുദ്യോഗസ്ഥനും തമ്മിലുള്ള ബന്ധം തീരുമാനിക്കുന്നത് ഡെലിഗേഷൻ അല്ലെങ്കിൽ അധികാര കൈമാറ്റമാണ്. അപ്പോൾ സ്ഥാപനത്തിലെ ഓരോ ആളുകളുടെയും മാനേജേഴ്സിൻ്റെയൊക്കെ പ്രവർത്തനങ്ങളും അതുപോലെ തന്നെ അവരുടെ ചുമതലകളൊക്കെ തീരുമാനിക്കുന്നത് അധികാര കൈമാറ്റത്തിൻ്റെ അളവ് അല്ലെങ്കിൽ തോത് അനുസരിച്ചാണ്. കോർഡിനേഷൻ. ഇത് പറയുന്നത് ഡെലിഗേഷൻ്റെ ഘടകങ്ങളായ അതോറിറ്റി, റെസ്പോൺസിബിലിറ്റി, അക്കൗണ്ടബിലിറ്റി ഇവ കൃത്യമായി നിർണ്ണയിച്ചു വെച്ചിട്ടുണ്ടാകും. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ സ്ഥാപനത്തിൽ ഓരോ ആളുകളുടെയും അല്ലെങ്കിൽ ഓരോ മാനേജേഴ്സിൻ്റെയും ഡ്യൂട്ടീസ്, പവേഴ്സ് അതുപോലെ തന്നെ റെസ്പോൺസിബിലിറ്റി, ഉത്തരവാദിത്തം ഒക്കെ തീരുമാനിച്ചിട്ടുണ്ടാവുക. അതിലൂടെ ഡ്യൂപ്ലിക്കേഷൻ ഓഫ് വർക്കും അതുപോലെ തന്നെ അതിൽ കടന്ന പ്രവർത്തനങ്ങളൊക്കെ ഒഴിവാക്കാൻ കഴിയും. അങ്ങനെയാകുമ്പോൾ അവിടെ വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകൾക്കിടയിലും അതുപോലെ തന്നെ ലെവൽസ്, അതുപോലെ തന്നെ മാനേജ്മെൻറ്റ് ഫങ്ഷൻസിൻ്റെ ഇടയിലൊക്കെ ഒരു ഏകോപനം കൊണ്ടുവരാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഫലപ്രദമായൊരു ഓർഗനൈസിങ് സംഘാടനത്തിന് ഡെലിഗേഷൻ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഘടകമാണ്. താങ്ക്സ് ഫോർ വാച്ചിങ് വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.